ഈ ആഷ്മിയുടെ പോലെയൊക്കെ ആവാൻ പറ്റും. ആള് മലയാളം കൊണ്ട് ഇങ്ങനെ കളിക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കൊതിയാവും. ആഷ്മിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആളത് കഥാപ്രസംഗമാക്കിയിട്ട് തരും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണക്കിന് വട്ടം പൂജയാണ്. മാത്ത കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും, വീട്ടിൽ ചെന്ന് അമ്മയുടെ നിന്ന് ചീത്തയും കിട്ടും. അപ്പൊ ഞാൻ ആലോചിക്കും, അന്നൊക്കെ ഞാൻ ആഷ്മിയെ പോലെ ആയിരുന്നെങ്കിൽ ഈ മാത്സ് പരീക്ഷയ്ക്ക് വട്ടപൂജ്യം മേടിച്ചിട്ട് അമ്മയുടെ നിന്ന് ചീത്തയും കിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയും, എഴുതി കൊടുത്ത ഉത്തരക്കടലാസിലെ അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗണിച്ചും നോക്കിയ ഗണിതാധ്യാപകൻ ടോപ്പ് കോർണറിൽ എഴുതി വട്ടപൂജ്യം. വിഷമം തോന്നിയില്ല, എന്റെ പൃഷ്ഠത്തിൽ പതിച്ച അദ്ദേഹത്തിന്റെ ചൂരൽ ഒരു തരിമ്പ് പോലും എന്നെ നോവിച്ചില്ല. എങ്കിലും സ്ത്രീയെ മാതൃത്വം തുളുമ്പേണ്ട നാവിൽ നിന്നും വർഷിച്ച ശകാരശരങ്ങൾ ആഴ്ന്നിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലാണ്. ശരിയാണ്, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. അതിൽ നിങ്ങളുടെ പുത്രൻ സംപൂജനാണ്. അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അപമാനിക്കാതിരുന്നു. ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന അളമാരി ഷെൽഫിന്റെ ഉള്ളിൽ ഞാനും കണ്ടിട്ടുണ്ട് ഒരു മാർക്ക് ലിസ്റ്റ്. അതിലുമുണ്ട് ഇതിലും മുഴുത്ത 4 പൂജ്യങ്ങൾ. പരാതികളില്ല, പരിഭവങ്ങളില്ല, ഇടനെഞ്ചിൽ ഒരു നീറ്റൽ മാത്രം. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്.